ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് ഉണക്ക ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറോളം വെള്ളത്തിലിട്ടപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ഇത് 2-3 ബാച്ചായിട്ട് ഞാൻ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വലിയ ജാറിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു രീതിക്ക് അരഞ്ഞു വന്നാൽ മതി, ഒരുപാട് പേസ്റ്റായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഗ്രീൻ പീസിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഗ്രീൻ പീസ് വടക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നോട്ടെ. അപ്പോൾ ഇനി ഇതുകൂടി നമുക്ക് ഈ ഒരു ഒതുക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് വടയുടെ ഷേപ്പിലായി കിട്ടണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആവുകയും ചെയ്യണ്ട, എന്നാൽ തീരെ അരഞ്ഞു പോകാത്ത രീതിക്കും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് വടയിൽ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി എണ്ണ ചൂടാകാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഏത് തരം എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത്, സാധാരണ വടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് നല്ല വടയാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണയിലിടുന്ന ടൈമിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുക, എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല വടയുടെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള വടകളൊക്കെ തയ്യാറാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 3-4 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വടയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. നമ്മൾ സാധാ വടയൊക്കെ ചെയ്യുന്നതിലും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വട തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിത് ഗ്രീൻ പീസ് ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുമുണ്ട്. അപ്പം ഇതുപോലെ ബാക്കിയുള്ള വടകളൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ഗ്രീൻ കളറായിട്ടാണ് കാണുക. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് എന്ന ഗ്രീൻ പീസിൻ്റെ അളവിൽ ഞാനിവിടെ ഈ ഒരു സൈസിൽ 20 വടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്